നമ്മോടൊപ്പം ഉണ്ട് സജിത്ത്. ഈ മേഖല അത് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്, നാട്ടുകാർ തന്നെ, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നവരൊക്കെ നേരത്തെ സൂചിപ്പിക്കുന്നു. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പുത്തുമലയ്ക്കടുത്താണെങ്കിൽ പോലും അത് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ സാധ്യത അവർ കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സജിത്ത് ആ ഭൂപ്രകൃതി, അത് അവിടുത്തെ ഈ രക്ഷാദൗത്യവും ദുഷ്കരമാക്കുന്നുണ്ടോ അവിടുത്തെ സാഹചര്യങ്ങൾ? എൽദോ, യഥാർത്ഥത്തിൽ അവിടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ദുരന്ത സാധ്യതാ മേഖലയായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ ഒരു ഇടമാണ്. ആ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇതിനകം സംസാരിച്ച പലരും ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, അവിടെ മാറി താമസിക്കാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നതാണ്. ഒരുപക്ഷെ സ്ഥിരമായ ഒരു ദുരന്ത മേഖലയാവില്ല, പക്ഷേ എന്തായാലും അവിടെ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന ഒരു ഇടം എന്നതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഗൂഗിൾ എർത്തിൻ്റെ സാങ്കേതികവിദ്യയിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇതാണ് ചൂരൽമല, ഇതാണ് മുണ്ടക്കൈ. ഈ രണ്ട് പ്രദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ദുരന്ത മേഖലകൾ. ചൂരൽമലയിൽ നിന്ന് പൊലിച്ചിറങ്ങിയ വെള്ളം മുണ്ടക്കൈ മേഖലയിലേക്കും കൂടി കടന്ന് ആ മേഖല പൂർണ്ണമായി ഇല്ലാതാക്കി എന്നതാണ്. 3-ലധികം ഉരുൾപൊട്ടലുണ്ടായി എന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന കണ്ടെത്തൽ. അത് അല്പസം മുൻപ് സംസാരിച്ചവരും അവരുടെ അനുഭവം പങ്കുവെക്കുകയും ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ട GVHSS വെള്ളാർമലയിലെ സ്കൂളാണ്. അതായത് ചൂരൽമലയ്ക്ക് സമീപമുള്ള ആ സ്കൂളാണ് ഇവിടെ. ഈ സ്കൂളിൻ്റെ സമീപത്ത് ആ സ്കൂളിൻ്റെ പരിസരത്തു കൂടെ പൂർണ്ണമായും വെള്ളം ഒലിച്ചിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളും അതിൻ്റെ പരിസരങ്ങളും എത്ര കണ്ട് ജനനിബിഡമായ സ്ഥലമാണെന്ന് ഓർക്കുക. അവിടെ നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളം പിന്നീട് ഈ പുഴയിലൂടെ ഇതിലെ ഒരു പുഴയാണ് കടന്നു പോകുന്നത്. പിന്നീടാണ് അത് സീതാർകുണ്ടിലും മറ്റും എത്തുന്ന ആ പുഴ കടന്നു പോകുന്ന ഇടമാണ്. അങ്ങനെ അത് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുന്നു. അവിടെയും പിന്നീട് ഈ പരിസരങ്ങളിലുള്ളവരെയും ശ്രദ്ധിക്കുക, ഇവിടെ നിരവധി വീടുകളാണ് ഈ പരിസരങ്ങളിൽ താമസിക്കുന്നത്. ഈ പരിസരങ്ങളിലുള്ള വീടുകളെ അപ്പാടെ തന്നെ ഈ വെള്ളം വിഴുങ്ങുകയാണ് പിന്നീടുണ്ടായത്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ട ആദ്യം കണ്ട ചൂരൽമലയും ആ ദുരന്ത മേഖലകളും പുഴയുടെ മറുവശവും ഇക്കരെ ഭാഗം മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശങ്ങളും ആയി മാറുന്നു എന്നതാണ്. ഈ കാണുന്ന പ്ലാന്റേഷൻ, കാപ്പിത്തോട്ട മേഖലകളും ഒപ്പം ഈ വീടുകളുമൊക്കെയാണ് ഈ ദുരന്തം ഏറ്റവും അധികം ബാധിച്ച സ്ഥലങ്ങൾ. ഇവിടെയുള്ള ഈ മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, അപകടമുണ്ടായ ഈ ഉരുൾപൊട്ടിയ പ്രഭവ കേന്ദ്രം ഏറെക്കുറെ ഇവിടെയാണ് എന്നതാണ് നമ്മുടെ ഒരു നിഗമനത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ പ്രദേശമാണ് ഉരുൾപൊട്ടിയ സ്ഥലം. ഇവിടെ തന്നെ നേരത്തെ തന്നെ ചില ദുരന്ത മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, അവിടുന്ന് മാറി നിൽക്കണം എന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കുറേയധികം ആളുകൾ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിലും വ്യത്യസ്തമായ ഇടത്തേക്ക് വീണ്ടും ഉരുൾപൊട്ടി എന്നതാണ് പിന്നീട് സംഭവിച്ച കാര്യം. അതാണ് ഈ ചൂരൽമലയിൽ നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളമാണ് പിന്നീട് ഈ GVHSS വെള്ളാർമല സ്കൂളും അതിൻ്റെ പരിസരങ്ങളിലൂടെയും ഒഴുകി പിന്നീട് ഈ നദിയിലൂടെ ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലൂടെ ഇരുവഞ്ചിപ്പുഴയുടെ തുടക്കഭാഗമാണിത്. അവിടുന്ന് താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഒഴുകി ഒടുവിലത് മുണ്ടക്കൈ മേഖലയിലേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് ആ പുഴ എത്തിച്ചേർന്നു എന്നതാണ് സാഹചര്യം. ഇങ്ങനെ ഈ പരിസരങ്ങൾ പൂർണ്ണമായും എടുത്തുപോയി. അതായത് ജനനിബിഡമായ സ്ഥലമാണ്, ജനങ്ങൾ കൂട്ടത്തോടെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടായത് എന്നതാണ് സാഹചര്യം. മുമ്പും ഈ മേഖലകൾ ദുരന്തമുണ്ടായിട്ടുള്ളതാണ്. കാരണം ഇതൊരു മലയോര മേഖലയാണ്. നമുക്കറിയാം, വയനാടിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ പ്രത്യേകതകളും നമുക്കറിയാം. നേരത്തെയും ദുരന്ത മേഖലയാണ്. വെള്ളരിമല, ഒപ്പം തന്നെ പ്രസിദ്ധമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഒക്കെ ഇതിൻ്റെ മുകൾ ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതുണ്ടായത്. അട്ടമല വ്യൂ പോയിൻ്റ്, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയാണ്. ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിയത് ഇവിടെ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. 3 ഉരുൾപൊട്ടൽ ഉണ്ടായത് എല്ലാം ഏറെക്കുറെ അടുത്ത ഭാഗത്താണ് എന്നതാണ് നിഗമനം. പക്ഷേ അതിൻ്റെ കൃത്യമായ പ്രഭവ കേന്ദ്രം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് കൂടി നമുക്ക് എത്താൻ കഴിയും. എന്തായാലും സംഭവിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ നിന്നും ഉരുൾപൊട്ടി അത് ഈ ജനവാസ മേഖല കൂടെ ഒലിച്ചിറങ്ങി താഴേക്ക് ഈ പുഴയിലൂടെ താഴേക്ക് ഒഴുകി ഒടുവിലത് വലിയ അപകടമായി മുണ്ടക്കൈ. ഇവിടെ എത്തുമ്പോഴേക്കും മുണ്ടക്കൈ മേഖലയായി. അതായത് ആദ്യം ഈ ചൂരൽമലയിൽ നിന്ന് പിന്നീട് ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഈ അപകടം എത്തുമ്പോഴേക്കും ഇവിടെ നിന്നും ഇവിടേക്ക് എത്തുമ്പോഴേക്കും വൻ ദുരന്തമായി ഇത് മാറി എന്നതാണ് സാഹചര്യം. നമുക്കിപ്പോഴും ഈ മുണ്ടക്കൈ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്ത് എത്ര കണ്ട് ഈ അപകടം ബാധിച്ചു എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇവിടെ വലിയ ജനനിബിഡമായ മേഖലയാണ്. ഒപ്പം തന്നെ
നിരവധി പ്ലാന്റേഷൻ മേഖലകളും ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഒക്കെ ഉള്ള ഇടമാണ്. ഇവിടെ എത്ര കണ്ട് ഈ അപകടം പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം പുഴയ്ക്ക് അക്കരെയാണ്, അവിടേക്ക് കടന്നു പോകാനുള്ള പാലമടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടുകൂടി എത്ര കണ്ട് ദുരന്തം ഇത് മാറ്റി എന്നതിൽ ചില വ്യക്തത കൂടി നമുക്ക് കൈവരേണ്ടതുണ്ട്. ഇതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അപകടത്തിൻ്റെ ഒരു വ്യാപ്തി. ഒരു വല്ലാത്ത സാഹചര്യമാണ്. സജി സൂചിപ്പിച്ചതുപോലെ എത്രമാത്രം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്രയും മുകളിൽ നിന്ന് ഉരുൾപൊട്ടിയെത്തി ഒരു പ്രദേശമാകെ ഒലിച്ചു പോകുന്ന സാഹചര്യം നമുക്ക് കാണാം. ഇപ്പോൾ സൈന്യം അവിടേക്ക് എത്തുകയാണ്. സൈന്യത്തിൻ്റെ സഹായം തേടിയിരുന്നു, നാവികസേനയുടെ സഹായം തേടിയിരുന്നു. നാവികസേനയുടെ റിവർ ക്രോസിംഗ് യൂണിറ്റിൻ്റെ സഹായമാണ് നിലവിൽ തേടിയിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ സൗകര്യങ്ങളുമായി എത്തുമെന്നുള്ളതാണ്. പോലീസിൻ്റെ കൂടുതൽ സംഘാംഗങ്ങൾ എത്തുകയാണ് അവിടേക്ക്. കൂടുതൽ NDRF ടീം അവിടേക്ക് എത്തുന്നുണ്ട്. രക്ഷാദൗത്യം അത് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, അതീവ ദുഷ്കരമാണ്. അങ്ങോട്ടേക്ക് എത്തേണ്ട സാഹചര്യവും ഉണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെ അവിടെ രക്ഷാദൗത്യം അനിവാര്യമാകണം എന്നുള്ളതാണ്. എന്നാലും ഒരുപാട് പ്രേക്ഷകരാണ് ബന്ധുക്കളെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പേര് നമ്മളെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഇപ്പോഴും ആശങ്ക അകലുന്നില്ല. മരണം 54 എന്നുള്ളതാണ് മന്ത്രി സ്ഥിരീകരിച്ചത്. 54 പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിക്കപ്പെട്ടു. 54 പേർ മരിച്ചു. മരണനിരക്ക് ദൗർഭാഗ്യവശാൽ ഇനിയും ഉയരും എന്നുള്ള സൂചനയുമാണ് വരുന്നത്. എന്നാൽ മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഇപ്പോൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ഷബീർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. PM ഷബീർ മാധ്യമപ്രവർത്തകനാണ്. ഷബീർ, ഈ 54 മരണമാണ് നിലവിൽ മന്ത്രി സ്ഥിരീകരിച്ചത്. പക്ഷെ അതല്ല, അതിനും അപ്പുറം ഉണ്ടാകും എന്നുള്ള സാധ്യത നേരത്തെ തന്നെ ഷബീർ സൂചിപ്പിച്ചിരുന്നു. ഷബീർ, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഉള്ള സാധ്യത തെളിഞ്ഞോ? ഒരുങ്ങിയിട്ടുണ്ടോ? അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 54 പേരുടെ മരണം ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ ഒരു താൽക്കാലിക കൺട്രോൾ റൂം ഇവിടെ സ്പോട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് അദ്ദേഹം ഒരു ബൈറ്റും തന്നു. അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെയാണ്, 54 മരണം അദ്ദേഹം സ്ഥിരീകരിച്ചു. അതിന്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അതായത് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ 1 മൃതദേഹം, വിംസ് മെഡിക്കൽ കോളേജിൽ 7 മൃതദേഹം, അതുപോലെ നിലമ്പൂർ പോത്തുകല്ലിൽ 17 പേരുടെ മൃതദേഹം അവിടെ ഒരു ആശുപത്രിയിലുണ്ട്. പിന്നെ മേപ്പാടി PHCയിൽ 29, അവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത്. മേപ്പാടി PHCയിൽ 29 പേരുടെ മൃതദേഹങ്ങളുണ്ട്. അങ്ങനെ 54 പേരുടെ മരണം ഔദ്യോഗികമായിട്ട് മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് മുണ്ടക്കൈയിലെ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു വിവരങ്ങൾ നമുക്ക് ഈ താഴെ നിൽക്കുന്ന ചൂരൽമലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. അവിടെ NDRFന്റെ ഒരു സംഘം അവിടെ എത്തിയെന്നല്ലാതെ അവിടെ നിന്ന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഉള്ളവരെ ഒന്നും എത്തിച്ചോ എന്നുള്ള ഒരു വിവരം ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. അവിടെ നമ്മൾ അവസാനം അവിടെ ഒരാളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതും അവിടെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കണക്കുകളൊക്കെ ഇപ്പോൾ ഈ 54 പേരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തത് നിലമ്പൂർ പോത്തുകല്ലിൽ ഉള്ളത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഈ ചൂരൽമല പ്രദേശത്ത് നിന്നാണ്. പ്രത്യേകിച്ച് ചൂരൽമലയിലാണ് മലവെള്ളം വലിയ തോതിൽ പുഴയിലൂടെ ഒഴുകി വന്ന് ഈ നഗരം ഈ ഒരു ചെറിയ ടൗൺ പൂർണ്ണമായിട്ടും ഇല്ലാതായ അവസ്ഥയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ പല സ്ഥലങ്ങളിലും ഈ രക്ഷാപ്രവർത്തകർ നടന്ന തിരച്ചിലാണ് ഈ മൃതദേഹങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പോത്തുകല്ലിൽ ഉള്ളത് ഒരു പക്ഷേ നമുക്ക് മുകളിൽ നിന്നും ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ ആണെങ്കിലും ഈ ചൂരൽമല പ്രദേശത്തു നിന്നും കിട്ടിയ മൃതദേഹങ്ങളെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചത് മാത്രമാണ്. അവിടെ ഇനിയും ഒഴുകി പോവാതെ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭ്യമാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്നുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോഴും പറയുന്നതാണ്, NDFന്റെ ഒരു സംഘം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളം ഒഴുകി വന്ന വഴിയിലൂടെ വളരെ സാഹസികമായിട്ടാണ് അവരിപ്പോൾ മുകളിലേക്ക് കയറി പോയത്. അവരവിടെ എത്തിയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നാൽ താഴെ ഇപ്പോൾ കൂടുതൽ JCBകളും ഹിറ്റാച്ചികളും ഒക്കെ എത്തിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും സമയം ഒരുപാടായി. തിരയുന്നോടത്തു നിന്നൊക്കെ മൃതദേഹങ്ങൾ, ഈ കിട്ടിയ മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആണ് എന്നുള്ളതും
കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആളുകൾക്ക് നിശ്ചയമായും ഉറപ്പുണ്ട്. കാരണം ഈ വെള്ളത്തിനുള്ളിൽ വെള്ളം മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും കുത്തി ഒഴുകി പോവുകയാണ് താഴേക്ക്. അത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഇതിനുള്ളിലൊക്കെ ആവുന്ന വിധത്തിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുമ്പോഴൊക്കെ ഓരോരോ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്ന കാഴ്ച വളരെ വേദനാജനകമാണ്. ആ മൃതദേഹങ്ങളുമായി അല്ലെങ്കിൽ ഒരല്പം ജീവൻ ബാക്കിയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുടെ ശരീരവുമായി ആംബുലൻസുകൾ മേപ്പാടിയിലേക്കും അതുപോലെ തന്നെ അങ്ങോട്ട് ചീറിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പുഴ വലിയ തോതിൽ വെള്ളം വീണ്ടും വീണ്ടും കൂടുകയാണ്, കുത്തി ഒഴുകുകയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതും വലിയ ആശങ്കയാണ്. ഇന്നലെ നമ്മൾ നേരത്തെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ ചില വിഷ്വൽ എടുത്തിരുന്നു. അവര് പറഞ്ഞത് രാത്രി 1:30 ഉരുൾപൊട്ടി. അത് കഴിഞ്ഞ് അവരെല്ലാവരും അവരിൽ ഭൂരിഭാഗം ആളുകളും വീടിന്റെ മുകളിൽ ഒരു ഉയർന്ന സ്ഥലത്ത്, ഒരു കാപ്പിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഈ 4 മണി വരെ കഴിച്ചുകൂട്ടി. അതിനുശേഷം 4 മണിക്ക് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തകർ എത്തിയതും. അവരെയൊക്കെ ഞാൻ നേരത്തെ ചില വിഷ്വൽ അയച്ചിരുന്നു. ഒരു ചർച്ചിലേക്ക്, ഒരു ചർച്ചിന്റെ ഹാളിലേക്ക്. ആ ചർച്ചിനുള്ളിൽ പൂർണ്ണമായും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ അവരെല്ലാം കഴിയുകയാണ്. അവരുടെ മുഖത്തൊക്കെ വലിയ ഭീതിയുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടതിന്റെ കഥകളാണ് നമ്മോട് വിവരിച്ചത്, അവരെത്തിയത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് 1:30 ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, രണ്ടാമത് 4 മണിക്ക് വീണ്ടും ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇനിയും അത് ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊക്കെ ഒരു ഭീതിജനകമായ കാര്യം. കാരണം അത്ര